ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു X&Y ഒളിമ്പ്യാഡ്സ്. ഒളിമ്പ്യാഡ്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാനലിൽ സംസാരിക്കാറുള്ളത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ഒളിമ്പ്യാഡുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. അത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒളിമ്പ്യാഡിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. 8 മുതൽ UG ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒളിമ്പ്യാഡാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഒളിമ്പ്യാഡ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഒളിമ്പ്യാഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു ഒളിമ്പ്യാഡ് ഓർഗനൈസ് ചെയ്യുന്നത് CR റാവു അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് 2009 മുതൽ തുടർച്ചയായിട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഈ ഒരു ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഒളിമ്പ്യാഡിൻ്റെ മിഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനിടയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അവയർനെസ് വളർത്തുക, അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസ് നർച്ചർ ചെയ്യുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ എല്ലാ വർഷവും ഈ ഒരു ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു ഒളിമ്പ്യാഡിൽ അവർ അസസ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഹൗ എഫക്റ്റീവ്ലി ദേ യൂട്ടിലൈസ് ദെയർ മാത്തമാറ്റിക്കൽ നോളജ് എങ്ങനെ എഫക്റ്റീവായിട്ട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നു എന്നും അവർ ഈ ഒരു ഒളിമ്പ്യാഡിൽ അസസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു എക്സാമിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 8 മുതൽ UG ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വരെ എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുള്ളത്. ബട്ട് 2 കാറ്റഗറിയിലായിട്ടായിരിക്കും സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുക, ജൂനിയർ ആൻഡ് സീനിയർ കാറ്റഗറി. ജൂനിയർ കാറ്റഗറിയിൽ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസും, സീനിയർ കാറ്റഗറിയിൽ +1, +2 ആൻഡ് UG ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓൾറെഡി ഈ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 22-ാം തീയതിയാണ്. ആൻഡ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ 26-നാണ്. ഓൺലൈനായിട്ടാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ റൂമിലിരുന്ന് ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഒരു രജിസ്ട്രേഷൻ ഫീ കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. 200 രൂപയുടെ ഒരു രജിസ്ട്രേഷൻ ഫീ ആയിരിക്കും ഉണ്ടാവുക. എക്സാമിനൊരു ബോർഡർ ആയിട്ടുള്ളൊരു ടോപ്പിക്സ് മാത്രമേ, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ഓഫ് ടോപ്പിക്സ് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ബേസിക് സെറ്റ് തിയറി, ഡാറ്റ ഹാൻഡ്ലിംഗ്, കോമ്പിനേഷൻ, ബേസിക് അൽജിബ്ര, counting techniques, elementary geometry, descriptive statistics, probability theory, number theory, basics of statistics, functions and distances, problem solving, data representation, permutations. ഇത്രയും ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന് മാത്രമേ അവർ തന്നിട്ടുള്ളൂ. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിലബസും കാര്യങ്ങളൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ സിലബസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓൺലൈനായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, എക്സാം നടക്കുന്നതെന്ന്. സോ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ സിസ്റ്റത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ നമുക്കൊരു ലാപ്ടോപ്പ് നീഡഡ് ആയിട്ടുണ്ടാവും. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കണക്ടിവിറ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആൻഡ് ലാപ്ടോപ്പിൻ്റെ ഒരു വെബ് ക്യാം, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു വെബ് ക്യാം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തണം. എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 26 ഒക്ടോബറിനാണ്. 10 മുതൽ 12 മണി വരെ ഇന്ത്യൻ സമയം 10 to 12 ആണ് എക്സാം വിൻഡോ ആയിട്ട് പറയുന്നത്. 120 മിനിറ്റ്സിൻ്റെ എക്സാം ആയിരിക്കും. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എക്സാമിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും അവർ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓരോ കാറ്റഗറിയിലും ഫസ്റ്റ് 25 പൊസിഷനിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും അവരൊരു മെറിറ്റ് സർട്ടിഫിക്കറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യും. ക്യാഷ് പ്രൈസ് കൂടെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 5 പൊസിഷനിൽ വരുന്ന 2 കാറ്റഗറിയിലും ഫസ്റ്റ് 5 പൊസിഷനിൽ വരുന്ന സ്റ്റുഡൻസിന് അവർ ക്യാഷ് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന സ്റ്റുഡൻറ്റ് 2 കാറ്റഗറിയിൽ ജൂനിയറിലും സീനിയറിലും ഫസ്റ്റ് വരുന്ന ആൾക്ക് 50,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് വരുന്ന ആൾക്ക് 25,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും. ആൻഡ് 2 കാറ്റഗറിയിലും തേർഡ് വരുന്ന ആൾക്ക് 15,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസും, ഫോർത്ത് വരുന്ന ആൾക്ക് 10,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഫിഫ്ത്ത് വരുന്ന ആൾക്ക് 2 കാറ്റഗറിയിലും ഫിഫ്ത്ത് വരുന്ന ആൾക്ക് 5,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും. സോ മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകളും ഒളിമ്പ്യാഡ്സുകളും ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന് ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഒളിമ്പ്യാഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഒളിമ്പ്യാഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഒളിമ്പ്യാഡിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ X&Y ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഒളിമ്പ്യാഡ് കോച്ചിങ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒളിമ്പ്യാഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരു ഒളിമ്പ്യാഡ് റിലേറ്റഡ് കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.